السلام عليكم ورحمة الله تعالى وبركاته. بسم الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സാദിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന ഇമാറാത്തിലെ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം വക്കാനൂ ലനാ ആബിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞ പ്രമേയമാണ്. അവർ നമുക്ക് ആരാധന ചെയ്യുന്നവരായിരുന്നു, അവർ അടിമത്വത്തെ അംഗീകരിക്കുന്നവരായിരുന്നു എന്ന അല്ലാഹുവിൻ്റെ പ്രശംസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, റബ്ബിൻ്റെ അടിമകളായി നിങ്ങൾ ജീവിക്കണം. അല്ലദീ ഖലഖക്കും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അവൻ അനുസരിക്കുന്നവർ ആകാൻ വേണ്ടി, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി എന്ന് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ആരാധനകളെ കൊണ്ട് മനുഷ്യർ, അല്ലാഹുവിൻ്റെ അടിമകൾ വിജയിക്കുന്നു. അവരുടെ നല്ല അവസാനം, സ്തുത്യർഹമായ അന്ത്യം അവർക്ക് ലഭിക്കുകയും നല്ലൊരു മരണത്തോടുകൂടെ അവർക്ക് അല്ലാഹു തആല വാഗ്ദത്തം നൽകിയ സ്വർഗലോകം അതവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തിൽക്കൽ ജന്ന, ആ സ്വർഗം, അല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ, നമ്മുടെ അടിമകളിൽ നിന്ന് ആരാണോ എന്നെ അനുസരിക്കുന്നവർ, ആരാണോ ഭയഭക്തിയുള്ളവർ, അവർക്ക് നാം അത് അനന്തരമായി നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഭയഭക്തിയുള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾക്ക് അള്ളാഹു സർവ അനുഗ്രഹങ്ങളുടെയും പ്രതീക്ഷയായ സ്വർഗം അവൻ നൽകുന്നു. അല്ലാഹു തആല അള്ളാഹുവിന് നിഷ്കളങ്കമായ ആരാധന, അത് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുമുള്ള ആരാധന. അങ്ങനെ ആരാധന ചെയ്യുമ്പോൾ ആ ആരാധിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമ അവൻ്റെ നേരം പോക്കും, അവൻ്റെ ആശ്വാസ സമയങ്ങളും അവൻ്റെ വിജയങ്ങളും ഒക്കെ ആ ആരാധനയിൽ അവൻ കണ്ടെത്തുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടിമത്വം അവൻ്റെ നാവുകൊണ്ട് ഓരോ നിസ്കാരങ്ങളിലും അവൻ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, ആരാധിക്കാൻ നീയല്ലാതെ അർഹനായ ഒരു ഇലാഹ് ഞങ്ങൾക്ക് വേറെയില്ല. ഇനി എന്ത് സഹായങ്ങൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും നിന്റെ സഹായം മാത്രമാണ്. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, യഥാർത്ഥ സഹായം നിന്നിൽ നിന്നാണ് എന്ന അടിമ അല്ലാഹുവിൻ്റെ ആ ഉടമത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ നിസ്കാരങ്ങളിലും അവൻ പ്രഖ്യാപനം നടത്തുകയാണ്. തന്നെയുമല്ല, ഓരോ സൃഷ്ടികളും ഇത് അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇൻകുല്ലു മൻ ഫിസ് സമാവാതി
ഇൻകുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇൻകുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതിർ റഹ്മാനു അബ്ദാ. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും ഇല്ല ആതിർ റഹ്മാനു അബ്ദാ, പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകളായി മാത്രമേ അവന്റെ സവിധത്തിലേക്ക് വരികയുള്ളൂ. അള്ളാഹുവിന്റെ അടിമകളായി മാത്രമേ, പരമകാരുണ്യവാനായ റബ്ബിന്റെ അടിമകളായി മാത്രമേ അവന്റെ സവിധത്തിലേക്ക് ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും വരികയുള്ളൂ. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഉടമത്വത്തെ, റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തന്നെയുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കുന്ന ഓരോ അടിമകളെയും അവരുടെ ഔന്നിത്യം അല്ലാഹു തആല ഉയർത്തി കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാം സൂറത്തുൽ ഇസ്രാ, ആ സൂറത്തുൽ ഇസ്രാ സൂചിപ്പിക്കുന്നതും അതിലൂടെ തുടക്കം തന്നെ സൂചിപ്പിക്കുന്നതും ഹബീബുന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയാണ്. ഇത്രയും മഹത്വവും ഔന്നിത്യവും ബഹുമാനവും അംഗീകാരവുമുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ആ മുത്തുനബി തങ്ങൾ, ആ തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷണം, ഏറ്റവും വലിയ മഹത്വം അല്ലാഹുവിന്റെ അടിമ എന്നുള്ളത് തന്നെയാണ്. ബാക്കി എല്ലാ വിശേഷണങ്ങളും അതിൻ്റെ താഴത്താണ്. അതാണ് അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത്, സുബ്ഹാനല്ലദീ, അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. എങ്ങനെയുള്ള റബ്ബ് അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാപ്രയാണം നടത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശേഷണങ്ങൾ എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. അത്രയും വിശേഷണങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണം, അല്ലാഹുവിന്റെ ഹബീബിനും ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണം അല്ലാഹുവിന്റെ അടിമയായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അല്ലാഹുവിന്റെ അടിമയാണെന്നത് അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം തന്നെയാണ്. അത് അംഗീകരിക്കൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എൻ്റെ അടിമകളെ. അല്ലാഹു എത്ര വാത്സല്യത്തോടുകൂടിയാണ് വിളിക്കുന്നത്, എൻ്റെ അടിമകളെ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ ചെയ്ത് അമിതമായി ഈ ലോകത്ത് നിയന്ത്രണമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, കുറ്റവാളികൾ, അവരെയാണ് അല്ലാഹു വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്ന്. അല്ലാഹു ഒരിക്കലും അവന്റെ ശരീരത്തിലേക്ക്, അല്ലാഹുവിലേക്ക് ചേർത്തി അത്രയും വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഒരിക്കലും അല്ലാഹു അപമാനിച്ചില്ല, ദോഷികൾ അല്ലാഹു നിരാകരിച്ചില്ല, അവരല്ലാഹു അവരുടെ അഭിമാനം പോകുന്ന രീതിയിൽ സംസാരിച്ചില്ല. അത്രയും സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയുമാണ് അല്ലാഹു വിളിക്കുന്നത്, യാ ഇബാദി അല്ലദീന അസ്റഫു, തെറ്റ് ചെയ്ത, നിയന്ത്രണമില്ലാതെ ജീവിച്ച, തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു വാത്സല്യത്തോടു കൂടി വിളിക്കുകയാണ്. ഇവിടെ അല്ലാഹുവിൻ്റെ അടിമ എന്നുള്ളത് അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ എൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയാൻ പാടില്ല, നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹു ആകുന്ന ഞാൻ നിങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരും. അല്ലാഹു ആകുന്ന ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ്, ഞാൻ അങ്ങേയറ്റം നിങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു തരുന്നവനും അതേപോലെ തന്നെ റഹീം, വലിയ കാരുണ്യമുള്ളവനാണ് ഞാനെന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ അടിമത്തത്വത്തിൻ്റെ ആ ഒരു അഭിരുചി അത് മനസ്സിലാക്കിയ, അഭിരുചി അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവരാരാണ്? അല്ലാഹു തആല പറയുന്നു, ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ, ഭൂമി ലോകത്ത് കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാതെ വളരെ ഭവ്യതയോടുകൂടി ജീവിക്കുന്നവരാണവർ. അവരാണ് അല്ലാഹുവിൻ്റെ അടിമകൾ. അല്ലാഹു തആല ആ അടിമകളുടെ വിശേഷണം, അവരുടെ പ്രശംസ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന ആരാധനകൾ അല്ലാഹുവിൻ്റെ ഔന്നിത്യത്തെ അംഗീകരിക്കലാണ്. അത് പിന്നെ അല്ലാഹുവിലേക്ക് നന്മ ചെയ്യലാണ്, അല്ലാഹുവിൻ്റെ അടിമകളിലേക്ക്
നന്മ ചെയ്യൽ അതും ആരാധനയിൽപ്പെട്ടത് തന്നെയാണ്. ആ കാര്യം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവനും അത് യോജിച്ചു വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന മുഴുവൻ മേഖലകളും അത് മുഴുവനും ആരാധന തന്നെയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ തന്നെയാണത്. അള്ളാഹു കൂലി കൊടുക്കുന്ന ഇബാദത്തുകളും ആരാധനകളുമാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഔഹൈന ഇലൈഹിം ഫിയലുൽ ഖൈറാത്തി, അവരിലേക്ക് നാം സന്ദേശം നൽകിയത് നന്മകൾ ചെയ്യണമെന്നാണ്. എല്ലാ സൃഷ്ടികൾക്കും നന്മകൾ ചെയ്യൽ അത് ആരാധനയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആരാധനകളാണ്. ഇഖാമസ്സലാത്തി, അതേപോലെ നിസ്കാരം നിലനിർത്തൽ അതും ആരാധനയുടെ ഭാഗമാണ്. സക്കാത്തി, സക്കാത്ത് കൊടുക്കൽ അതും ആരാധനയുടെ ഭാഗമാണ്. ഖാനൂ ലനാ ആബിദീൻ, നിസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, നന്മകൾ ചെയ്യുന്നവർ, സുമനസ്സുകൾ, അവർ വഖാനൂ ലനാ ആബിദീൻ, നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണവർ എന്നല്ലാഹു അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ആരാധനയായി അള്ളാഹു അംഗീകരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ആരാധനകളിൽ വെറും പള്ളികളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ നിസ്കാരം മാത്രമല്ല, മറ്റു ഇസ്ലാം കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാം കാര്യങ്ങളിൽ തന്നെ, ആരാധനകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ കാണാം, ഈ ഭൂമിലോകത്തെ ഘടനകൾ, സൃഷ്ടിപ്പുകൾ, ഭൂമിയുടെ രഹസ്യങ്ങൾ, ആകാശഭൂമികളിൽ അന്തർലീനമായി കിടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, റിസർച്ചുകൾ, ഇതൊക്കെ ആരാധനകളാണ്. തന്നെയുമല്ല, ആരാധനകളിൽ ഏറ്റവും ഔന്നിത്യമുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹു പറയുന്നു, വൽ അർള മദദ്നാഹ, വൽ അർള മദദ്നാഹ, ഭൂമിയെ നാം വികസിപ്പിച്ചിരിക്കുന്നു. വഅൽഖൈനാ ഫിഹാ റവാസിയ, ഭൂമിയിൽ നാം രൂഢമൂലമാക്കിയിട്ടുണ്ട് ഗാഢമായ പർവ്വത നിരകളെ. ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി, ഭൂമിയുടെ ആകർഷണം മേൽപോട്ട് പൊങ്ങി തകരാറിലാവാതിരിക്കാൻ അതിൻ്റെ നിലനിൽപ്പിന് ഗാഢമായ പർവ്വതങ്ങളെ നാം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. വമ്പത്തിന ഫീഹ മിൻ കുല്ലി സൗജിൻ ബഹീജിൻ, ആ ഭൂമിയിൽ നാം നല്ല കർണാനന്ദകരമായ സൗന്ദര്യമുള്ള സസ്യ വർഗങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. തബ്സിറത്തും വദിക്റ ലിക്കുല്ലി അബ്ദിൻ മുനീബ്, ഇത് എല്ലാ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന മുഴുവൻ അടിമകൾക്കും എപ്പോഴും ഓർത്തുവെക്കാനും അവർക്ക് ഉണർന്ന് ചിന്തിക്കാനും വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഭൂമിയിലുള്ള പഠനം, സെർച്ചുകൾ, ഈ പ്രപഞ്ചത്തിലുള്ള പഠനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുടുംബത്തെ പോറ്റി വളർത്തുക, കുടുംബത്തെ നയിക്കുക, കുടുംബത്തിന് പരിഗണന നൽകുക, കുടുംബത്തിന് ആവശ്യമായത് ചെയ്തു കൊടുക്കുക, ഇതൊക്കെ വളരെ ഔന്നിത്യമുള്ള ആരാധനകളിൽപ്പെട്ടതാണ്. തന്നെയുമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ ധർമ്മം, സ്വദഖ, ദാനധർമ്മം, അത് കുടുംബത്തിന് ചെയ്യുന്നതാണ്. അജ്റൻ ലല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിനക്ക് ഏറ്റവും കൂടുതൽ കൂലിയുള്ള നിന്റെ ദാനം അത് നീ നിന്റെ അഹലുകാർക്ക് ചെലവഴിക്കുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം അത് ഏറ്റവും വലിയ ആരാധനയാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസ് ഫീഹി ഇൽമൻ, ഒരു വിദ്യാർത്ഥി വിജ്ഞാനം നുകരാൻ ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അവൻ വിജ്ഞാനത്തിന് പ്രവേശിക്കുന്ന ആ മാർഗം, ആ കാരണം കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ മാത്രം വളരെ ഗൗരവമുള്ള, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ആരാധനയാണ് ഇൽമ് അഥവാ വിദ്യാഭ്യാസം, വിജ്ഞാനം നുകരുക എന്നുള്ളത്. ഇങ്ങനെ നാം പരിധി നോക്കിയാൽ
ഓരോ കാര്യങ്ങളിലും എല്ലാ നന്മകളിലും ആരാധനകൾ കുടിയിരിക്കുന്നുണ്ട്. മനുഷ്യർ അവരുടെ പരസ്പരമുള്ള ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അവരുടെ ഇടപെടലുകൾ, അവരുടെ എല്ലാ വിഷയങ്ങളും അത് മുഴുവനും ആരാധനയാക്കി മാറ്റാൻ അവർക്ക് കഴിയും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ പദവിയിലേക്ക് അവർക്ക് അവരുടെ സൽസ്വഭാവങ്ങളെ കൊണ്ട് എത്താൻ കഴിയും. സൽസ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് സൽസ്വഭാവം, ഒരാരാധനയാണ് സൽസ്വഭാവം. ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, തന്നെയുമല്ല ശാശ്വതമായ പരലോകത്ത് സ്വർഗലോകത്ത് എന്നോട് തൊട്ടടുത്തിരിക്കുന്നവൻ അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു തആല അവനെ സ്മരിക്കാനും അവന് നന്ദി ചെയ്യാനും അവന് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ സ്വരാജ്യത്തോടുള്ള സ്നേഹം, അവരവർ ജീവിക്കുന്ന രാജ്യത്തോടുള്ള സ്നേഹം, ആ രാജ്യത്തെ ഉന്നതിയിലെത്തിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധമായ സേവനങ്ങൾ, അതൊക്കെ റബ്ബിൻ്റെ ആരാധനകൾപ്പെട്ടതാണ്. അള്ളാഹു കൂലി നൽകുന്ന ആരാധനയാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഹുവ അൻശഅക്കും മിനൽ അർളി വസ്തഅമറക്കും ഫീഹാ. അള്ളാഹു തആല നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിക്കുകയും ആ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു തആല ഒരുക്കി തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവൻ്റെ റബ്ബിനെ ആരാധിക്കലും ആ റബ്ബിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കലും ആ റബ്ബ് നമുക്ക് കൽപ്പിച്ച കാര്യങ്ങൾ അത് വളരെ സത്യസന്ധതയോടുകൂടെയും ക്രമീകരണ രീതിയിലും അത് പൂർത്തിയാക്കി വിട്ടലും ഓരോ അടിമയുടെയും കടമകൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം, അത് രാഷ്ട്രത്തിൻ്റെതായാലും കുടുംബത്തിൻ്റെതായാലും വ്യക്തിയുടേതായാലും, ആ ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണമായി നിറവേറ്റാൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും കാരണമാകുന്ന നല്ലൊരു ആരാധനയാണത്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. തീർച്ചയായിട്ടും അള്ളാഹു തആല നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എപ്പോൾ? അൻ യുത്ഖിനഹു, അത് നല്ല ക്രമീകരണ രീതിയിൽ ചെയ്യുമ്പോൾ, സമ്പൂർണമായ രീതിയിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ജോലികൾ, അവരുടെ ഡ്യൂട്ടികൾ, അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബികൾപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളുടെ സഹാബികൾപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉത്സാഹം, ഇതൊക്കെ സഹാബികളെ അത്ഭുതപ്പെടുത്തി. അവൻ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ലൗ കാന ഹാദാ ഫി സബീലില്ലാഹി, ഈ മനുഷ്യൻ ചെയ്യുന്ന കഠിനാധ്വാനം, ഈ മനുഷ്യൻ്റെ ഉത്സാഹം, ഈ മനുഷ്യൻ്റെ ഉന്മേഷം, ഈ മനുഷ്യൻ്റെ പ്രയത്നം, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നെങ്കിലെന്ന് സഹാബികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ആശ അവർ പറഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ ഉൽദി സിഗാറൻ ഫഹു ഫി സബീലില്ലാഹി. സഹാബികളെ, അദ്ദേഹം ഈ പ്രകടിപ്പിക്കുന്ന ഉത്സാഹം, അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം, അദ്ദേഹത്തിൻ്റെ ചെറിയ കുഞ്ഞുമക്കൾക്ക് ജീവിതം നൽകാനാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. എന്താണ് സംശയം? റസൂലുള്ളാഹി തങ്ങൾ സഹാബികൾക്ക് വിരിച്ചു കൊടുക്കുകയാണ്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈഹി ശൈഖൈനി കബീറൈനി. ഇനി അദ്ദേഹം ഈ പ്രയത്നിക്കുന്നത്, ഈ ഉത്സാഹം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യമുള്ള വയസ്സായ
ആരോഗ്യങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 ഉമ്മ ഉപ്പ മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അതും വഹുവ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ് സഹാബികളെ. വൈൻകാനെ സാലാ നഫ്സി യുഇഫുഹ, ഇനിയല്ല അയാളുടെ ഈ ഉത്സാഹവും അധ്വാനവും അയാളുടെ പ്രയത്നവും അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അദ്ദേഹം മറ്റു ഹറാമുകളിലേക്കോ അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിലേക്കല്ല, അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യത്തിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വൃത്തിക്ക്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ജീവിതത്തിന് വേണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഫഹുവ ഫീ സബീലില്ലാഹി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബികളെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ ആരാധനകൾ തന്നെയാണ്. പക്ഷെ അതിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എതിർ ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടിമത്തം പരിപൂർണമായും അംഗീകരിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ റബ്ബിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാൻ കഴിയുമോ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മുഴുവനും വർജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിൻ്റെ വിജയിച്ച യഥാർത്ഥ അടിമകളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.